ഒരു 600,000 dirhamsil നമുക്കിവിടെ സ്റ്റുഡിയോ മേടിക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. റെഡി ടു മൂവ്. ഒരു 20-30% എന്തായാലും വ്യത്യാസം ഉണ്ടാവും. എഗെയിൻ ഏരിയ അനുസരിച്ചാണ് അത്. ഒരു 2 bedroom ഒരു 800,000 അവൈലബിൾ ആണ്. സോറി 1 bedroom ആൻഡ് 2 bedroom സ്റ്റാർട്ട്സ് വിത്ത് അബൌട്ട് 1.3. ഞാൻ പറഞ്ഞ ഒരു ഡീസൻറ്റ് ഒരു 1400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചു അറിയാം. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡഡ് റെസിഡൻസ് എല്ലാം നടക്കുന്നുണ്ട്. അതൊന്ന് ഹേർഡ് അബൌട്ട് ഇറ്റ്. റീസെൻ്റ്ലി പാർട്ടി 200 million ആണ് ഒരു നെയ്മാർ മേടിച്ചത്. 200 million. അപ്പം ദാറ്റ്സ് നോട്ട് എ ജോക്ക്. മാർക്കറ്റിൽ ഈ വർഷത്തിൽ ഏറ്റവും വലിയ സെയിൽസ് ആണ് ഈ മാസം അല്ല കഴിഞ്ഞ മാസം നടന്നിട്ടുള്ളത്. ഒക്ടോബർ മന്തിൽ. ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും എത്രയായിരിക്കും കച്ചവടം എന്നുള്ളത്? 1.2 billion. നമ്മുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഏറ്റവും റെക്കോർഡ് സെയിൽസ് ആയിരുന്നു കഴിഞ്ഞ മന്തിൽ കാഴ്ചവെച്ചത്. ക്ലോസ് ടു അബൌട്ട് 63 billion. 63 billion ആയിരുന്നു കഴിഞ്ഞ മാസത്തിൽ. അത് ഈ എല്ലാ വർഷത്തിലെ ഏറ്റവും വലിയ നമ്പറായിരുന്നു. സംതിങ് വിച്ച് ഇസ് എ വെരി ബിഗ് നമ്പർ. വി ഹാവ് നമ്മളടുത്ത് 2-3 സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സ് നമ്മുടെ അടുത്തുണ്ട്. പ്രത്യേകിച്ച് ദുബായ് ഏരിയയിൽ അത് ഈ എല്ലാ കാറ്റഗറിയിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സ്റ്റുഡിയോസ് 1 bedroom 2 bedroom. പിന്നെ വില്ലാസും ടൗൺ ഹൗസസ് ഒക്കെ മേടിക്കുമ്പോൾ പലരും അറിയാലോ അത് ഓഫ് പ്ലാനാണ് സാധാരണ മേടിക്കുക. കാരണം അത് അതിൻ്റെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. സ്റ്റാർട്ട്സ് വിത്ത് അബൌട്ട് മേ ബി 3 dirhams 4 dirhams per square feet. അപ്പം അത് വലിയ ഓഫർ കഴിഞ്ഞു ഈ പുതിയത് 12 ടൂർ പാക്കേജ് ആണ് കൊടുക്കുന്നത് അല്ലേ? എക്സാക്ട്ലി. നെക്സ്റ്റ് അത് എത്ര വാല്യൂ വരുന്നതാണ്? 12 ഒരു ഫാമിലിക്കാണോ 12? അത് വ്യക്തിക്കാണോ? നമ്മൾ ഇപ്പം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു കാര്യത്തിലേക്ക് അടക്കാം. അത് ദാറ്റ് സംതിങ് വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ് വിച്ച് പ്ലാൻ. അതെ, അത് നമ്മളൊരു 12 മാസം നമ്മളിൽ നിന്ന് മേടിക്കുന്ന ഇതേപോലെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫാമിലിക്ക് എവറി മന്ത് അവർ ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് എ 2 package വിത്ത് ഫാമിലി. അത് 4 പേര്. അപ്രോക്സിമേറ്റ്ലി 100,000 മേളിൽ വരും. നമ്മുടെ സെലക്ടഡ് ലൊക്കേഷൻസ് ആണ്. സോ ഫ്രം ദർ വി വിൽ ഗിവ് എ ചോയ്സ്. അതിനകത്തുനിന്ന് യു വിൽ ബി ഏബിൾ ടു പിക്ക്. അതിൻ്റെ കാറ്റഗറി എങ്ങനെയാണ്? അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഒരു പുതിയ കസ്റ്റമറെ ചൂസ് ചെയ്യുന്നത് ഡ്രോ പോലെയല്ലോ വരുന്നത്? അതിന് ഡ്രോ തന്നെയാണ്. അതെ, ഇറ്റ് വിൽ ബി എ സെലക്ടഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെലക്ട് ചെയ്ത ആളുകൾക്ക്. കേരളത്തിൽ നിന്ന് അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കാരണം ഇവിടെ താമസിക്കുന്ന അല്ലാതെ കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത പലരും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നതാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളല്ലാത്തവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇപ്പം കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ലൈക്ക് ചില ഡെവലപ്പേഴ്സിന് നമ്മുടെ നാട്ടിലും ഡെവലപ്പേഴ്സ് ഓഫീസ് ഉണ്ട്. അപ്പം അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം KYC എല്ലാം കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ദേ ടേക്ക് എൻക്വയറി ഫ്രം ദ. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇവരുടെ ഈ അക്കൗണ്ട് നമ്പർ ഡെവലപ്പർ അക്കൗണ്ട് നമ്പറിലേക്ക് അവർക്ക് ബുക്ക് ചെയ്യാനും അതേപോലെ തന്നെ അവർക്കൊരു ഗോൾഡൻ വിസ എടുക്കാനും ഒക്കെ സൗകര്യം ഉണ്ട്. പിന്നെ ഒരുപാട് എൻക്വയറീസും ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രവാസികളല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം നാട്ടിലെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഒരു അറ്റ്ലീസ്റ്റ് 6 to 8 times മിനിമം റെൻ്റൽ ഈൽഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം പഞ്ചായത്തിലോ സ്വന്തം വില്ലേജിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ആ മേടിച്ച ഇതിനകത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും യു വിൽ നെവർ റിക്കവർ ദാറ്റ് കോസ്റ്റ്. അത് ദാറ്റ്സ് എ ബിഗ് വലിയൊരു വാല്യുബിൾ കാര്യമാണ്. അത് ഇന്ന് നാട്ടിൽ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം പറയാം. ബിക്കോസ് ഓരോ വർഷവും എത്ര ശതമാനം കൂടുന്നുണ്ട് അങ്ങനെയുള്ള പ്രവാസികൾ? ഞാനിപ്പോൾ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സെയിൽ നമ്പർ എടുത്താൽ ഇപ്പം കഴിഞ്ഞ മാസം എടുക്കാം. ലൈക്ക് ഒക്ടോബർ കഴിഞ്ഞ 2023 നമ്മൾ ലൈക്ക് UAE മാർക്കറ്റിൽ ക്ലോസ് ടു അബൌട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 33 billion ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷം. ഈ വർഷം കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തിട്ട് 63 billion. സോ ലുക്ക് അറ്റ് ദ നമ്പേഴ്സ്, ഓൾമോസ്റ്റ് ഡബിൾ ആയിരിക്കുകയാണ്.
ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ഗോൾഡൻ വിസ നൽകി വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു എലിജിബിലിറ്റി ഒക്കെ എങ്ങനെയാണ്? കൊടുത്തു തുടങ്ങിയോ? എങ്ങനെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ഒക്കെ? അത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾക്ക് പലർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതായത് നമ്മൾ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ, ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം 2 മില്യനാണ് നമുക്ക് ഗോൾഡൻ വിസയ്ക്ക് എലിജിബിലിറ്റി. അപ്പം 2 മില്യൺ ഒന്നിച്ച് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതായിരുന്നു. എല്ലാവരും ഒന്നിച്ച് കൊടുത്താലേ ഗോൾഡൻ വിസ കിട്ടുമെന്നായിരുന്നു പലരുടെയും ധാരണ. പക്ഷെ അതല്ല സത്യാവസ്ഥ. നമുക്ക് ഒരു ഓഫ് പ്ലാൻ മേടിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് 2028-ലോ 79-ലോ ഡെലിവറി ചെയ്യുന്ന വീട് മേടിച്ചാലും ഇന്ന് നമ്മൾ 20% ഡെവലപ്പർക്കും 4% DLD ചാർജും അല്ലെങ്കിൽ ഗവൺമെൻറ് ചാർജും കൊടുത്താൽ നിങ്ങൾ ഫ്രം ദ ഡേ 1 അന്ന് മുതൽ നിങ്ങൾ ഗോൾഡൻ വിസയ്ക്ക് എലിജിബിൾ ആണ്. ഇനി അതൊരു മിസ്യൂസ് ചെയ്യുന്ന പരാതികൾ വരുന്നുണ്ടല്ലോ. ഈ ഗോൾഡൻ വിസ പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു കണക്ക് കാണിച്ചിട്ട് പ്രോപ്പറായിട്ട് അക്കൗണ്ട് പൈസ ഇല്ലാതെ അങ്ങനെ ഒരു പരാതി എനിക്ക് അല്ല, ഇത് പ്രോപ്പർട്ടി മേടിക്കുമ്പോഴാണ്. മനസ്സിലായി? പ്രോപ്പർട്ടി മേടിക്കാൻ നമ്മൾ 100% ആ കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് SPA. ആ SPAക്കകത്ത് ആ ടോട്ടൽ വാല്യൂ ഹാസ് ടു ബി ഷോ. അത് നമ്മൾ ഡെവലപ്പർ തീരുമാനിക്കുന്നതല്ല, വിത്ത് അപ്രൂവൽ ഓഫ് DLD ആണ് അത് തീരുമാനിച്ചു വരുന്നത്. അതും യു നോ ദാറ്റ് ആ പൈസ പോകുന്നത് എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്, ഡെവലപ്പർ അക്കൗണ്ടിലേക്കല്ല ആക്ച്വലി. സോ അതെ, അത് ലൈക്ക് ആ ഒരു എമൗണ്ട് ഈവൻ ഡെവലപ്പർക്കും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. യു നോ ദാറ്റ്. കാരണം അതൊരു സർട്ടൺ % ഓഫ് കംപ്ലീഷൻ അനുസരിച്ചിട്ടാണ് അവർക്ക് ആ ഡെവലപ്പർക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നല്ല, നമുക്ക് യു ക്യാൻ ടേക്ക് 2 വീട് ഒന്നിച്ച് മേടിച്ചാലും മതി. അതായത് ഇപ്പം ഒരു ബെഡ്റൂം ഒരു 1 മില്യൺ മേടിച്ചു, വീണ്ടും 2 സ്റ്റുഡിയോ നമ്മൾ മേടിച്ചാലും ടോട്ടൽ വാല്യൂ നമ്മുടെ പേരിൽ 2 മില്യൺ കാണിച്ചാൽ അതിൽ 2 മില്യൻ്റെ പൈസ കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മൊത്തം 2 മില്യൻ്റെ 20% കാണിച്ചാൽ മതി. സോ ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ എ ഗോൾഡൻ വിസ. അത് വളരെ ഒരു ലൈക്ക് ഇഫ് യു ഗോ ഫോർ പ്രോപ്പർ ചാനൽ വഴി പോയാൽ യു വിൽ ബി ഏബിൾ ടു സ്റ്റാമ്പ് ഇൻ ലൈക്ക് 3 to 7 വർക്കിംഗ് ഡേയ്സ്. 7 വർക്കിംഗ് ഡേയ്സിനകത്ത് യു വിൽ ബി ഏബിൾ ടു സ്റ്റാമ്പ് ഇറ്റ് ഗോൾഡൻ വിസ. ഇപ്പോൾ ഈ മാസം 63 ബില്യൻ്റെ ഇടപാട് നടന്നു എന്ന് പറഞ്ഞു. അതിൽ എത്രമാത്രം മലയാളികളുടെ പങ്കുണ്ട്? മലയാളികൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇറ്റ്സ് എനിക്ക് എടുത്ത് പറയാനുള്ള നമ്പേഴ്സ് ഇല്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഒരു 3 to 4% എടുത്താൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി നോട്ട് ലൈക്ക് ഒരുപാട് വില്ലാസാണ് ഞാനിപ്പോൾ മലയാളികൾ മേടിക്കുന്നത് കാണുന്നത്. വില്ലാസ് ലൈക്ക് ഇപ്പോൾ ഓൺ ആവറേജ് ഇപ്പം ശോഭ എടുത്ത് പറയാണ്, ഒരു നോർമൽ ഒരു വില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ട്സ് അബൌട്ട് 10 മില്യൺ 10+ ഒരു 21 മില്യൺ വരെയാണ് ഒരു വില്ലയുടെ വാല്യൂ. അപ്പം ലൈക്ക് ദാറ്റ്സ് എ ബിഗ് നമ്പേഴ്സ്. അപ്പോൾ എന്തായാലും ഒരു 100% ഒരു അറ്റ്ലീസ്റ്റ് ഓൺ ആൻ ആവറേജ് അബൌട്ട് ഒരു 2 to 3% ഒക്കെ എടുത്താൽ ചിലപ്പോൾ പക്ഷേ കൂടുതലായിരിക്കും. ബട്ട് സ്റ്റിൽ കമ്പൈൻഡ് ഡെഫിനറ്റായിട്ടും ദാറ്റ്സ് എ ബിഗ് നമ്പർ. ഈ ടെസ്ല it was a Model 3. All together on road was close to about near to 200,000. ഇദ്ദേഹം എവിടെ പ്രോപ്പർട്ടി വാങ്ങിച്ചത്? Yeah. Demac 2 Violet. Yeah, I think he's the right person. നമ്മളെ കുറിച്ച് പറയുന്നേക്കാൾ കൂടുതൽ I think if you have any questions ask him. അതിൽ ഏതുതരം പ്രോപ്പർട്ടിയാണ് വാങ്ങിയത്? അത് താമസത്തിനാണോ അതോ ഇൻകത്തിനാണോ, എങ്ങനെയായിരുന്നു? ഒന്ന് താമസത്തില്ല, ഒന്ന് ഇൻവെസ്റ്റ്. Actually about 2 villa, 2 town house മേടിച്ചു. 2 കോർണർ യൂണിറ്റിലുള്ള 2 വീട് അദ്ദേഹം മേടിച്ചു. Demac Hillsൽ that's a project called Violet. Violetന്റെ 1ലെ ഫസ്റ്റ് കോർണർ യൂണിറ്റ്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കൈവിട്ട് എത്ര പ്രോപ്പർട്ടി നിങ്ങളിപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും? അത് ഓരോ ഡെവലപ്പർ ഓൺ ആൻ ആവറേജ് നമ്മൾ വി വർക്ക് വിത്ത് ഓൾ ദ ഡെവലപ്പേഴ്സ്. അതായത് നമ്മൾക്ക് ഇവിടെയുള്ള എല്ലാ Tier 1, Tier 2, Tier 3 ഡെവലപ്പേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ആവറേജ് ഇഫ് യു ടേക്ക് ഓൺ ആൻ ആവറേജ് ഒരു 3 to 5 അല്ലെങ്കിൽ 3 to 6 units per month we do a transaction. ഇതിലേതാ ലീഡിങ്, ഡെമാക് ആണോ ഷോബയാണോ? അത് ലൈക്ക് വളരെ ടഫ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ. ബട്ട് ലൈക്ക് ഒരു പല ചോയ്സാണ്. ചിലപ്പം ഒരുപക്ഷെ അല്പം റെഡി ടു മൂവ് ആണെങ്കിൽ അറിയാലോ, ലൈക്ക് ഇവരാരുമല്ല നമ്മൾക്ക് തരുന്നത്. റെഡി ടു മൂവ് ആകുമ്പം ലൈക്ക് പ്രൈവറ്റ്ലി ഓൺ ലൈക്ക് ഒരുപാട് Tier 2, 3 ഡെവലപ്പേഴ്സ് ഇവിടെ ഉണ്ട്. അവരുതായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഡെവലപ്പേഴ്സിനും അവരുടേതായിട്ടുള്ള കുറേ വാല്യൂ ആഡ്സ് ഉണ്ട്.
അപ്പം ഒരു ഡെവലപ്പർ മാത്രമായിട്ട് ചെയ്യുന്നു എന്ന് ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ഒരു എടുത്തു പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ടയർ 1 ലൈക്ക് ഇമാർ ആയിക്കോട്ടെ, ഷോപ്പ ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, ഇവരൊക്കെ എക്സ്ട്രീംലി വേറെ ലെവലിൽ. ഈ ദുബായ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മറ്റുള്ള എമിറേറ്റുകൾ ഏതാണ് കൂടുതലായിട്ട് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ്? സെക്കൻഡ് മാർക്കറ്റ് ലൈക്ക് ഇപ്പം ഓഫ് കോഴ്സ് റസൽ ഖേമ, നമ്മുടെ കാസിനോ അല്ലെങ്കിൽ വൈൻ റിസോർട്ട്, ആ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് സിനി ഐലൻഡ്, അങ്ങനെ ആ ഒരു പരിസരത്ത് ശരിക്കും ദർ ഇസ് എ ബിഗ് ബൂം റൈറ്റ് നൗ. ദുബായ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷാർജ ഇസ് നോട്ട് ബാഡ്. ഷാർജ ഇസ് ഓൾസോ പെർഫോമിംഗ്. അബുദാബി ഈസ് പിക്കിംഗ് അപ്പ് ബിഗ് ടൈം. ഇപ്പോൾ അറിയില്ല, ഇപ്പോൾ അബുദാബി റീസെൻ്റ്ലി ഗ്യാസ് ഐലൻഡ് സൈഡിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ 2 സൈഡിലും എല്ലാം ക്ലോസ്ഡ് ആണ്. 2 സൈഡും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഐലൻഡ് അതെ അതെ ഒരുവിധമെല്ലാം അതും നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രോപ്പർട്ടീസിൽ നമ്മൾ മേടിക്കുമ്പോൾ നമുക്കറിയാം, ചില പ്രോപ്പർട്ടീസിൽ ഇവിടെ സെയിം പ്രോപ്പർട്ടിയിൽ ചിലപ്പം യു ആർ ടു റെഡി ഞങ്ങൾ ഒരു ബ്രോക്കറേജ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ്. സെയിം ബിൽഡിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രീ ഹോൾഡും ലീസ് ഹോൾഡും കാണും. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്കിനോ നമ്മൾ ലൈഫ് യു വിൽ ബി ഹാപ്പി. ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ അത് 99 ഇയേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും റിന്യൂ ചെയ്യും. അപ്പോൾ അത് ശരിക്കും വിലയിരുത്തേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഈ വൈസ് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ 2 കാണാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് മേടിക്കണം, നോക്കി വിലയിരുത്തിയിട്ട് മേടിക്കണം. ഇപ്പം ചില പ്രോപ്പർട്ടീസിൽ കാണാൻ പറ്റുമോ? ലൈക്ക് ഉദാഹരണത്തിൽ നിങ്ങളിപ്പോൾ അറിയാം, ഒരു 4 വർഷമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഷാർജയിൽ, ഇപ്പം ഇദ്ദേഹം ചോദിച്ചത് ഷാർജയിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഷാർജയിൽ മുന്നേ നമുക്ക് ഇറ്റ് വാസ് ഓൾ ലീസ് ഹോൾഡ്. മുന്നേ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് വീടുകൾ പണ്ട് ലീസ് ഹോൾഡിൽ ഉണ്ടായ കച്ചവടം ചെയ്ത ഒരുപാട് വീടുകൾ ഇപ്പം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ. ലീസ് ഹോൾഡാണോ ഫ്രീ ഹോൾഡാണോ എന്നുള്ളത്. ലീസ് ഹോൾഡ് ആകുമ്പോൾ ഡിഫറൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൾവേസ് ഇറ്റ്സ് ലിറ്റിൽ ലെസർ വാല്യൂ കമ്പയർ ടു ഫ്രീ ഹോൾഡ്. പിന്നെ അഗെയിൻ വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അവർക്ക് അവരുടെ റെഗുലേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് യു ക്യാൻ കൺവേർട്ട് ഇറ്റ്. അതായത് നമുക്ക് ഈ പറഞ്ഞ ലീസ് ഹോൾഡിൽ നിന്ന് നമുക്ക് യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഫ്രീ ഹോൾഡിലേക്ക് മാറ്റാൻ പറ്റും. അതും ഓൾ സബ്ജക്ട് ടു ദ ഡെവലപ്പേഴ്സ് അപ്രൂവൽ. കാരണം അറിയാമല്ലോ, ഞാൻ പറഞ്ഞ പ്രകാരം ലീസ് ഹോൾഡിൽ ഓൾവേസ് ഇറ്റ്സ് പൈസ കുറച്ചാണ് നമ്മൾ DLD ചാർജ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ DLD ചാർജ് സാധാരണ നമ്മൾ അല്ലെങ്കിൽ SLD എന്ന് പറഞ്ഞാൽ ഷാർജ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചിലപ്പോൾ 4% ആണെങ്കിൽ ലീസ് ഹോൾഡിന് ചിലപ്പോൾ 2% ആയിരിക്കും മുന്നേ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ആ പ്രോപ്പർട്ടി വാല്യൂ ഇല്ല. അപ്പോൾ അത് ബാലൻസ് കൂടെ കൊടുത്താൽ ഒരു പക്ഷേ അവർക്ക് അപ്രൂവൽ ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു കൺവേർട്ട് ഇറ്റ്.